എന്താണ് തന്ത്രം, ശാക്തേയം, വാമം? ഇതൊക്കെ നമുക്ക് വിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇന്നലെ ചോദിച്ചതുമാണ്. മാത്രമല്ല അതൊക്കെ വിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിപ്രശ്നം? ആരാണ് ഓദിക്കോൻ, ഉപാധ്യായൻ, ആചാര്യൻ, ഗുരു മുതലായവർ? ഓദിക്കോൻ വേദം ഓതി പഠിപ്പിക്കുന്നവൻ. ഉപാധ്യായൻ എന്ന് പറഞ്ഞാൽ വേദ പഠനങ്ങളിലേക്കൊരാളെ നയിക്കുന്നവൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിച്ചുറപ്പ് വന്നവൻ. അങ്ങനെയുള്ള ആളിനെ തന്നെയാണ് ഗുരു എന്ന് പറയുന്നത്. വിപ്ര കുലീന കൃതസംസ്ക്രിയൗഘ സ്വധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാരരഥോദിദീക്ഷോ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു എന്ന് ഗുരുലക്ഷണം. ആചാര്യലക്ഷണം: ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സര. എന്ന് ലക്ഷണം. അപ്പോൾ ആചാര്യൻ, ഗുരു ഇവരെയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ചോദ്യമാണ്. എന്താണ് അതിപ്രശ്നം? ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിനോട് ബന്ധമില്ലാത്തതും ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് അത് മനസ്സിലായി എന്ന് വന്നിട്ടും ആ ചോദ്യത്തെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ അതിപ്രശ്നം. അതുപോലെ അറിയരുതാത്ത ദേവതകളെപ്പറ്റി ചോദിക്കുന്നതും അതിപ്രശ്നം. അധ്യാത്മശാസ്ത്രം പഠിക്കാൻ സംസ്കൃത പരിജ്ഞാനം ആവശ്യമാണോ? ഉണ്ടായിരിക്കുന്നത് വളരെ നന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതിയ വ്യാഖ്യാനങ്ങളെ മാത്രം അവലംബിച്ച് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അവശ്യം ആ അറിവുണ്ടാകുന്നത് നല്ലതാണ്. ആധ്യാത്മിക തലങ്ങളിലേക്കുയരാൻ വേണമെന്നില്ല. അതിന് വളരെ മുമ്പ് പറഞ്ഞ അഷ്ടാവക്ര ഗീതയിലെ ആ സന്ദേശം മതിയാവും. അദൃഷ്ടത്തെ എങ്ങനെ സ്വാധീനമാക്കാം? നമ്മൾ നേരത്തെ കണ്ടതാണ്. മര്യാദയ്ക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ യമനം ചെയ്ത് സത്യത്തെ മനസ്സിലാക്കിയാൽ അദൃഷ്ടം സ്വാധീനമായിക്കോളും. അതിനായിട്ട് കിടന്ന് പ്രയത്നിക്കുകയൊന്നും വേണ്ട. സൂക്ഷ്മത്തിൽ സ്ഥൂലത്തെ കാണുക, സ്ഥൂലത്തിൽ സൂക്ഷ്മത്തെ കാണുക. സ്ഥൂലമായ എല്ലാ വസ്തുവും സൂക്ഷ്മത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സൂക്ഷ്മത്തിലാണ് സ്ഥൂലങ്ങളെല്ലാം എന്ന് തിരിച്ചറിയുക ഒന്ന്. അതുപോലെ തന്നെ സൂക്ഷ്മത്തിൽ ഒരു വരാനിരിക്കുന്ന സ്ഥൂലമുണ്ട് എന്ന് തിരിച്ചറിയുക. രജസ്സിനെ കർമ്മത്തിലേക്ക് തിരിച്ചുവിട്ടില്ലെങ്കിൽ അത് രോഗത്തെ ഉളവാക്കുമെന്ന് പറയുന്നു. ആദിവാസികൾക്ക് രജസ് കാണുമല്ലോ. അവർക്കെവിടെയാണ് കഴിഞ്ഞ തലമുറ വരെ രോഗം? എനിക്ക് ചോദ്യം ഈ പറഞ്ഞ പോലാണ്. രോഗങ്ങൾ അവർക്കുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരിലും കുറേ ആളുകൾക്കൊക്കെ രോഗമുണ്ട്. പിന്നെ മാത്രമല്ല, അവർ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവരാണ്. കർമ്മമൊന്നുമില്ലാതെ എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നവരല്ല. അതുകൊണ്ട് കർമ്മത്തിലേക്ക് അവരും തിരിച്ചുവിടുന്നുണ്ട്. രജസ്സിനെ കർമ്മത്തിലേക്ക് തിരിച്ചുവിടുക എന്ന് വെച്ചാൽ കൊല്ലുക, ഇടിക്കുക, ഹിംസിക്കുക ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും രോഗം ഉണ്ടാക്കുന്നത് തന്നെയാണ്. പ്രമാണവും പ്രമേയവും പ്രമാതാവും ഇവയുടെ പഠനത്തിൻ്റെ പ്രാധാന്യമെന്ത്? ഇവയില്ലാതെ പഠനങ്ങളൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഏത് പഠനത്തിലും ഒരു പ്രമാണം ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ അത് പ്രമേയം. പഠിക്കണമെങ്കിലൊരു പ്രമേയമുണ്ട്. പഠിക്കുന്നവൻ പ്രമാതാവ്. അവർ പഠിക്കുന്ന വിഷയത്തെ ഏതിന് അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്നു അത് പ്രമാണം. പഠനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണിത്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രാധാന്യം ചോദിക്കാനില്ല. അതിലാണ് പഠിത്തം മുഴുവൻ. ഗൗതമ സ്മൃതിയിൽ കാണുന്ന ഈയം ഉരുക്കിയൊഴിക്കലും മറ്റും ഗൗതമസ്മൃതിയിൽ അല്ലത്, ഇത് മനുസ്മൃതിയിലാണ്. വേദം പഠിക്കുന്നവൻ്റെ ചെവിയിൽ എന്ന് പറഞ്ഞാൽ വേദം കേൾക്കുന്ന അതിനധികാരിയല്ലാത്തവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ്. അത് മനുസ്മൃതിയിലുള്ളതാണ്.
അത് ഒരു തലത്തിൽ അത്യാവശ്യമാണ്, ഒരു തലത്തിൽ ശരിയല്ല. മനുഷ്യത്വം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടൊരു സാമൂഹിക തലത്തിൽ ചിന്തിച്ചാൽ അത് തെറ്റാണ്. എന്നാൽ ഉരുക്കി ഒഴിക്കാൻ വേണ്ടിയല്ല, അധികാരിയല്ലാത്തവൻ പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമമാണെങ്കിൽ അത് അത്യാവശ്യമാണ്. ഏത് ശാസ്ത്രവും അധികാരിയല്ലാത്തവൻ പഠിച്ചാൽ ആ ശാസ്ത്രം വികലമാവും. അതിനാണ് ആ നിയമമെങ്കിൽ, അവൻ്റെ പഠനം തടയാൻ വേണ്ടി മാത്രമാണെങ്കിൽ വലിയ തെറ്റൊന്നുമല്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യത്തോടുകൂടി ചെല്ലുമ്പോൾ അവൻ്റെ ചെവിയിൽ ഈ ഉരുക്കി ഒഴിക്കുകയാണെങ്കിൽ അത് മഹാപാപമാണ്. ഉരുക്കി ഒഴിക്കുന്നവൻ്റെ ചെവിയിൽ ഒഴിക്കേണ്ടതാണ്. സ്വാമിജി, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ക്രമാനുഗതമായി രജതമോ ഗുണാധിഷ്ഠിതമായി പഠന സമ്പ്രദായമുണ്ടോ? ഇങ്ങനൊരു പഠനം സാധകനെ അന്തർമുഖതയിൽ തീർച്ചയായും നയിക്കും. അങ്ങനെ പഠിക്കേണ്ടതാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ ഗുണങ്ങളെ വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഗുണങ്ങളെ വെച്ചാണ് ഗുണത്രയ നിരൂപണം പറഞ്ഞിട്ടുള്ളത്. ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും പിരിച്ചു കണ്ടിട്ട് അതിനെ ഗുണത്രയത്തിലാണ്. അങ്ങനൊരു നല്ല പഠനമുണ്ട്. അത് ചട്ടമ്പി സ്വാമികളുടെ നല്ല ചോദ്യമാണ്. ഇന്നലെ ഇന്നും കുറേ ചോദ്യം വന്നെങ്കിലും ആരെഴുതിയതാണെങ്കിലും അദ്ദേഹം അഭിനന്ദനമർഹിക്കുന്ന ചോദ്യമാണ്. പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ചോദ്യകർത്താവിന് നമസ്കാരം. നല്ല ചോദ്യമാണ്. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി മൂന്നും ജാഗ്രത്തിൽ പിരിച്ചു കാണുക, സ്വപ്നത്തിൽ പിരിച്ചു കാണുക, സുഷുപ്തിയിൽ പിരിച്ചു കാണുക. അത് കഴിഞ്ഞാൽ ഗുണത്രയങ്ങളിൽ അതിനെ പിരിച്ചു കാണുക. ആ ഗുണത്രയ നിരൂപണമൊക്കെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ചട്ടമ്പി സ്വാമികളുടെ നിജാനന്ദ വിലാസം കിട്ടും. വാഴൂർ ആശ്രമത്തിൽ കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്, അല്ലെങ്കിൽ ഗുരുകുലത്തിൽ കിട്ടും. ഗുരുകുലത്തിൽ അത് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു മുഖവരയോടുകൂടി, നിത്യനിധിയുടെ വളരെ മനോഹരമായൊരു മുഖവരയോടുകൂടി ഗുരുകുലം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കൃതിയാണ്. വായിച്ചാൽ മനസ്സിലാവുമെന്ന് എളുപ്പത്തിൽ വിചാരിക്കരുത്. കാരണം സ്വാമിജിയുടെ ഭാഷ പ്രാചീനമാണ്. പ്രായമായ ആരെ കൊണ്ടെങ്കിലും വായിപ്പിച്ച് അടുക്കിരുന്ന് കേട്ടാൽ മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, പദങ്ങളെല്ലാം വളരെ പ്രാചീനമാണ്. ഇന്ന് നിങ്ങൾ മനോരമയിലും മാതൃഭൂമിയിലുമൊക്കെ ഭാഷ പഠിച്ചു വളർന്ന നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വരില്ല. നാരായണ ഗുരുദേവൻ്റെ മലയാളവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. വ്യാഖ്യാനം വായിച്ചേ വല്ലതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നാരായണ ഗുരുദേവൻ്റെ ആയാലും പി ഗോപാലൻ നായരുടെ ഭാഷ അത്രയും ഇതായി പോയിട്ടില്ല. കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. പി ഗോപാലൻ നായരുടെയും പ്രൗഢഭാഷയാണ്. എങ്കിലും മലയാളത്തിൻ്റെ സാഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വായിച്ചാൽ കഷ്ടിച്ച് മനസ്സിലാവും. പക്ഷേ ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുസ്വാമികളുടെയും കൃതികൾ ജി ബാലകൃഷ്ണൻ നായർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഗുരുദേവൻ്റെ പുസ്തകങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരാപശ്യന്തി മധ്യമ വൈഖരി, പരാമൂലാധാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ശബ്ദബ്രഹ്മമാണ്. അത് യോഗികളൊക്കെ അനുഭവിച്ചറിയുന്നതാണ്. ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അച്ച്, അകാര, ഉകാര, മകാരങ്ങൾ, അതിൽ നിന്നാണ് എല്ലാ സ്വരങ്ങളും ഉണ്ടാകുന്നത്. അതിന് സ്വരവിന്യാസം പഠിക്കണം. അപ്പോൾ പരയിലേക്ക് അത് കൊണ്ടുപോകാൻ പഠിക്കും. സ്വരവിന്യാസ ചിന്തനം. അപ്പോൾ നാദം, അതിന് സ്വരം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് മാഹേശ്വര സൂത്രങ്ങൾ വ്യാഖ്യാനിച്ച് പഠിക്കണം. പാണിനിയുടെ മാഹേശ്വര സൂത്രങ്ങൾക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വ്യാഖ്യാനം നന്ദികേശ്വരനെ എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാശികയിലാണുള്ളതെന്ന് തോന്നുന്നു.
അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഇത് പണ്ടെങ്ങോ പഠിച്ചതോ കേട്ടതോ ആണ്. അതുകൊണ്ട് ഓർമ്മയിൽ തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം. നന്ദികേശ്വര വ്യാഖ്യാനമാണുള്ളത്. അത് വച്ചിട്ട് ആദ്യം മാഹേശ്വര സൂത്രങ്ങൾ പഠിച്ചു നോക്കുക. ആ ഈ ഊണ് ഇൽറുക്ക് ഏ ഓങ് ഐ ഔച്ച് തുടങ്ങിയ മാഹേശ്വര സൂത്രങ്ങൾ 14 ഉണ്ട്. അതിനെ സാധാരണ പാണിനി വ്യാഖ്യാതാക്കന്മാരൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ട്. സൂത്രങ്ങൾക്ക് പ്രൗഢമായ വ്യാഖ്യാനം നന്ദികേശ്വരൻ എഴുതിയിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങി പ്രണവത്തിലെത്തി അതിൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തലങ്ങളും ഗുണത്രയങ്ങളും പഠിച്ച് പിന്നെ തന്ത്രയോഗികളുടേതെന്ന് പറയപ്പെടുന്ന നാദബ്രഹ്മാനുഷ്ഠാനത്തിലൂടെ പതുക്കെ നീങ്ങിയാൽ ഇതൊക്കെ അനുഭൂതിയിലെത്തും. മോക്ഷത്തിന് ഇത്രയൊന്നും ക്ലിഷ്ടമല്ല. അഷ്ടാവക്രഗീതയെ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആ പഠനത്തിൽ ജാഗ്രത് സർവ്വത ശ്രേഷ്ഠമായിരിക്കുകയില്ലേ? ഇല്ല. പഠനത്തിലേറ്റവും ഇതായിട്ടുള്ള യേശ സർവേശ്വര, യേശ സർവജ്ഞ, യേശോ അന്തര്യാമി, യേശ യോനിഹി എന്ന സുഷുപ്തിയും കടന്നു വരുന്ന തുരീയമാണ്. അതിനാണ് ഗൗഡപാദൻ കാരിക മുഴുവൻ എഴുതിയിട്ടുള്ളത്. ആഗമപ്രകരണം, അദ്വൈതപ്രകരണം, വൈദഗ്ധ്യപ്രകരണം, അലാദശാന്തി പ്രകരണം. അത് പ്രൗഢമാകുന്ന അലാദശാന്തി പ്രകരണത്തിലുമാണ്. ബൗദ്ധായന സമ്പ്രദായം ലോകം മുഴുവൻ നിലനിന്നിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള പ്രാചീന ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. കനകസഭൻ തുടങ്ങിയവരുടെയൊക്കെ ഏകമായ ഈ ബോധം കുറഞ്ഞു വന്നതാണ് എന്ന് കാണിക്കുന്ന ഒരുപാട് തെളിവുകളുമുണ്ട്. കാരണം ചരിത്ര പണ്ഡിതന്മാർ, ഇന്ത്യക്കാരല്ലാത്തവർ പോലും പഠിച്ചപ്പോൾ മക്കയിലൊക്കെ ബൗദ്ധായന സമ്പ്രദായം നിലനിന്നിരുന്നുവെന്നും വ്യാസൻ അവിടെയൊക്കെ സഞ്ചരിച്ചിരുന്നുവെന്നുമുള്ളതിൻ്റെ ശിലാരേഖകളും മറ്റുമുണ്ട്. ശസ്താതപൻ എന്ന ഭരണാധികാരിയുടെ കാലത്ത് വ്യാസൻ മെക്ക സന്ദർശിച്ചതായി രേഖകൾ പറയുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ മലയാളത്തിലുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരൊക്കെ എഴുതി എൻ്റെ രേഖകളും കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാധുശീലൻ പരമേശ്വരൻ പിള്ളയാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൗദ്ധായന സമ്പ്രദായങ്ങളന്ന് അവിടെയെല്ലാം ഉണ്ടായിരുന്നു. മെക്ക തന്നെ ഒരു ശിവലിംഗം മൂടിയിട്ടിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വത്തിക്കാനിലുമൊക്കെ ഈ ആരാധനാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നതായി അടുത്ത കാലത്ത് സ്റ്റീഫൻ നാപ്പ്, KNAP നാപ്പാണ്, വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറി നോക്കാം. പക്ഷേ എങ്ങനെയുള്ള ആളാണെന്നും എനിക്കറിയില്ല. വെബ്സൈറ്റ് ആയതുകൊണ്ട് എന്തും ആകാം, അത്രയൊക്കെ വിചാരിച്ചുകൊണ്ടേ കയറാവൂ. എങ്കിലും അയാൾ ഒരുപാട് പഠനങ്ങൾ തരുന്നുണ്ട്, സ്റ്റീഫൻ നാപ്പ്. കൊണ്ട് പഠിച്ചു നോക്കുക എന്താണ് ദ്വന്ദ്വങ്ങൾ. അതൊരുപാടുണ്ട്. സുഖദുഃഖം ദ്വന്ദ്വമാണ്. അപ്പോൾ ദ്വന്ദ്വങ്ങൾ ഒരുപാടുണ്ട് ആ നിലയിൽ. ഹർഷശോകങ്ങൾ ദ്വന്ദ്വമാണ്. ആരോഗ്യം രോഗം ദ്വന്ദ്വങ്ങളാണ്. ജയാപജയങ്ങൾ ദ്വന്ദ്വങ്ങളാണ്. അവയുടെ നിരാകരണമെന്ന് പറഞ്ഞാൽ എല്ലാം സമമായി കാണുക. വാസനയും ചേതോമുഖത്വവും തമ്മിൽ ചേതന മുഖം വെച്ച് വരുന്നത് സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ നിന്നും സ്വപ്നത്തിലേക്കാണ്. അതിൽ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക്. അതിനെയാണ് ചേതോമുഖത്വം എന്ന് പറയുന്നത്. വാസന ഉള്ളതുകൊണ്ടാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ഉണ്ടാകുന്നത്. അഷ്ടാവക്രഗീത പ്രകാരം ശ്രവണമനന നിധ്യാസനങ്ങൾ കഴിഞ്ഞ് സമാധി ഉണ്ടോ ഇല്ലയോ? ശ്രവണമനന നിധ്യാസനങ്ങളുടെ തലമേയല്ല പറയുന്നത്, കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നു എന്നാണ് അഷ്ടാവക്രൻ പറയുന്നത്. എന്താണ് സംഗതിയുടെ കിടപ്പ്? അത് ഇങ്ങനെ തന്നെയാണ് അഷ്ടാവക്രൻ പറയുന്നത്. 84 ലക്ഷം പൂർവ്വരൂപങ്ങളിൽ പിശാചങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കീടങ്ങളാണ്. അവയും എല്ലാം പെടും, എല്ലാ ജീവജാലങ്ങളും പെടും. സ്വാമിജി ഹിന്ദുക്കളുടെ ഇടയിൽ വിവാഹത്തിന് ജാതകപ്പൊരുത്തം ഒരടിസ്ഥാനമായി കാണുന്നു. പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാലിത് ഭാരതീയ ചിന്തയ്ക്ക് വെളിയിലാണല്ലോ. ജാതകം ഒരു ശാസ്ത്രമല്ലെന്നിരിക്കെ നമ്മെപ്പോലുള്ളവർക്ക് ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന മാനദണ്ഡം തൻ്റേടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു നോക്കുക.
പൊരുത്തം നോക്കാതെ. പക്ഷേ വീട്ടിലുള്ളവരൊക്കെ ഇത് രാവിലെ മുതൽ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ കിടക്കും. അതെ, അത് തലയിൽ കിടപ്പുണ്ട്. അതിനോട് എതിർക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ കുഴപ്പവും കാണിക്കുമോ എന്നൊരു ഭയമുണ്ട്. ആ ഭയമകത്ത് കിടപ്പുണ്ടെങ്കിൽ പാളും. അതുകൊണ്ട് ഭയം വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ജാതകം നോക്കിയിട്ട് കല്യാണം കഴിച്ചുകൊള്ളുക. പുറത്താരോടും പറയാതിരിക്കുക. നേരത്തെ ജാതകത്തെയൊക്കെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. പിന്നെ നോക്കിയതാരാണെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയൊക്കെ ആണെന്ന് പറയുക. പിന്നെ അവിടെ ഇരുന്ന് തമാശയ്ക്ക് പറയുക. കാരണം നമ്മുടെ നേതാക്കന്മാരിൽ ചിലർ പറയുന്ന പോലെ മകളുടെ കല്യാണം വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഭാര്യ ജാതകമൊക്കെ നോക്കണം നിർബന്ധമുള്ളതാണ്. അപ്പം ഭർത്താവ് അവിടെ ഇരുന്ന് പറഞ്ഞു, ബാക്കി സഹപ്രവർത്തകരായ ആളുകളുമൊക്കെ ഇരിക്കുമ്പം തീരെ മോശമാകാൻ പറ്റില്ല, ആ ഗുളികനും അതുമൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് നീ സൂക്ഷിച്ചൊക്കെ നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ചിരിയിരിച്ചു. എന്ന് പറഞ്ഞ പോലെ ഒരു വളിപ്പ് ചിരിയിരിക്കുകയുണ്ടായി. അപ്പം നാട്ടുകാർക്ക് ബോധ്യമായി ഇയാൾക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല, ഇത് ഭാര്യയുടെ വിശ്വാസമാണ്. അപ്പോൾ ഇയാൾ അവിടെയും രക്ഷപ്പെട്ടു. പക്ഷേ അപ്പുറത്തേക്ക് മാറി ഭാര്യയോട് പറയുകയും ചെയ്യാം, ഞാൻ സൂക്ഷിച്ച് നോക്കണം എന്നല്ലേ പറഞ്ഞു, നീ എന്താ നോക്കാത്തത്. രണ്ട് വഴിയും തിരഞ്ഞെടുക്കാവുന്നതാണ്. മനസ്സിലതുണ്ടെങ്കിൽ നോക്കുന്നതാണ് നല്ലത്. 16-ലെത്തിയുള്ള നരന്മാരും നരച്ചുടങ്ങുമ്പോൾ വരും തലമുറയെങ്കിലും രക്ഷിക്കാൻ നര പോകാനുള്ളതാണെങ്കിൽ വഴി പറഞ്ഞുതരാം. നരച്ച ആരോ ആണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡൈ ചെയ്യണമെന്നില്ല. നല്ല നെല്ലിക്കയും ശർക്കരയും കൂടി ഇടിച്ചു വെച്ച് കഴിച്ചാൽ മതി. അത് കഴിക്കുകയും മഹാമഞ്ചിഷ്ടാദി കഷായവും ശാരിഭാധ്യാസവും തനിക്കാണോ നരവന്നേ? അല്ല, ഇത് അത് വന്നപ്പോഴേക്ക് പ്രത്യേകം എടുക്കാൻ വെച്ച പോലെ മറ്റേ തീർന്നാത് ശരി. ആ റൈറ്റ് ഞാനതിൻ്റെ തമാശ പറഞ്ഞ. അപ്പോൾ നരവന്നാൽ നെല്ലിക്ക, ശർക്കര, എള്ള് ഇടിച്ചു കൂട്ടി വെച്ചിട്ട് കഴിക്കുക.